വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ വിഷ്ണു ആണെങ്കിൽ ആ ഇട്ട് കൊടുത്ത കയർ വള്ളിയാണെങ്കിൽ തിരികെ വലിക്കുന്നുണ്ട്. അപ്പോൾ അവർ ഭക്ഷണം എടുത്തു എന്നവർക്ക് മനസ്സിലാവുകയാണ്. അന്നേരം താൻ വിളിക്കുന്ന ദൈവങ്ങളൊക്കെ നമ്മുടെ കൂടെ തന്നെയുണ്ട്, തൻ്റെ ഈ കണ്ണീരാണ് അവരുടെ ജീവൻ നിലനിർത്തുന്നത്, ടെൻഷൻ അടിക്കേണ്ട, അവർ സമാധാനമായിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ശാലിനിയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ഈ സമയത്താണെങ്കിൽ പിന്നെ സത്യയാണെങ്കിൽ അമ്മയെന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ ശാലിനിക്കും വിഷ്ണുവിനും വിഷമമൊക്കെ വരികയാണ്. അന്നേരം പപ്പി നിൻ്റെ ശബ്ദം കേൾക്കുന്നില്ലല്ലോ എന്നിങ്ങനെ വിഷ്ണു പറയുമ്പോൾ വിഷ്ണു അച്ഛാന്ന് വിളിക്കുകയാണ്. അന്നേരം രണ്ടുപേരുടെയും ശബ്ദം കേൾക്കുന്നുണ്ട്. അന്നേരം നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക, എല്ലാവരും കൂടെയുണ്ട്, അച്ഛനിപ്പോൾ വരും, എല്ലാവരും രക്ഷിക്കും എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഈ മൂപ്പനും രമ്പനും ബാക്കിയുള്ളവരും ഒക്കെ വടമൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അവരെ വടമാണെങ്കിൽ ഒരു മരത്തിലേക്ക് കെട്ടിയിട്ട് ഇറങ്ങാനുള്ള ശ്രമമാണ്. അന്നേരം എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ കുട്ടികളെ രക്ഷിക്കണം എന്നിങ്ങനെ ശാലിനി പറയുമ്പോൾ കുറച്ച് സമയം കൂടി ഞങ്ങൾക്ക് തരണം, അത്ര പെട്ടെന്ന് ഇറങ്ങിച്ചെന്ന് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല ഇത്, ഇതിൻ്റെ ആഴം അറിയണം, ആ മണ്ണിൻ്റെ പ്രകൃതം എങ്ങനെയാണെന്ന് അറിയണം, ഒരു കല്ല് പോലും ഇളകാതെ, ഒരു മണ്ണ് പോലും താഴേക്ക് പോകാതെ വേണം രക്ഷിക്കാനായിട്ട്, ചെല്ലാനായിട്ട്, അല്ലെങ്കിൽ ഇറങ്ങി ചെല്ലുന്ന ആളിൻ്റെ പിന്നെ ജീവനും അപകടത്തിലാവും, അതുകൊണ്ട് ഒരു പരിശ്രമം എന്ന പോലെ നടത്തുകയാണെന്ന് പറഞ്ഞിട്ട് രമ്പനാണെങ്കിൽ അതിൽ കൂടി ആദ്യം ഇറങ്ങാൻ തുടങ്ങുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എന്തെങ്കിലും അപകടം ഉണ്ടായാലും ഞാൻ ഉറക്കെ വിളിക്കും, അപ്പോൾ വടം പുറകിലോട്ട് വലിച്ചോളണം, പിന്നെ അപകടം ഉണ്ടായാലും എന്ത് സംഭവം ഉണ്ടായാലും ഞാൻ ഉറക്കെ വിളിക്കും, അപ്പോൾ വടം മുകളിലോട്ട് വലിച്ചോളണം എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ഈ വടത്തിൻ്റെ ആ ലാസ്റ്റ് അറ്റം ആ കുട്ടികൾ കാണുന്നുണ്ട്. അന്നേരം ദേ കയറ് വന്നു, അപ്പോൾ അച്ഛൻ പുറകെ വരുമായിരിക്കും എന്നിങ്ങനെ സത്യം പറഞ്ഞ് ആശ്വസിപ്പിച്ച് പപ്പിയെ കൂടി നിർത്തുകയാണ്. അന്നേരം ശാലിനി വിഷ്ണുവൊക്കെ ഇങ്ങനെ തൊഴുത് പ്രാർത്ഥനയോടെ നിൽക്കുകയാണ് ഈ രമ്പൻ ഇറങ്ങുന്ന കണ്ടിട്ട്. പക്ഷേ അന്നേരവും മറു സൈഡിലൂടെ ഇങ്ങനെ കടുവ നടന്നു വരുന്ന ആ സീൻ കാണിക്കുന്നുണ്ട്. തുടർന്ന് കുറച്ച് അങ്ങോട്ടത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഈ പാറക്കെട്ടുകൾക്കിടയിൽ രമ്പൻ്റെ കാല് വഴുകുന്നുണ്ട്, ചെരുപ്പൊക്കെ തെന്നി മാറുകയാണ്. അന്നേരം വഴുകുന്നുണ്ട്, ചവിട്ടുന്നിടം തെന്നി മാറുകയാണ് എന്ന് പറഞ്ഞിട്ട് രമ്പൻ അങ്ങ് തിരിച്ച് കയറുന്നുണ്ട്. ഇറങ്ങുന്ന ആളിന് ജീവൻ ഒരു ഉറപ്പും പറയാനില്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ച് കയറുമ്പോൾ വിഷ്ണു ശാലിനിയൊക്കെ അങ്ങ് ഷോക്കായിട്ട് നിൽക്കുന്നുണ്ട്. അന്നേരം അപ്പോൾ ഞങ്ങളുടെ കുട്ടികളെ രക്ഷിക്കാൻ പറ്റില്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഇവൻ ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഉറപ്പില്ല, അതുകൊണ്ട് ഫോറസ്റ്റ് ഗാർഡിനെ വിവരം അറിയിക്കുന്നതാണ് നല്ലത്, അവർ വന്ന് ശ്രമിക്കട്ടെ എന്നിങ്ങനെ മൂപ്പം പറയുമ്പോൾ അതുവരെ ക്ഷമിക്കാനായിട്ട് പറ്റില്ല, അപ്പോഴേക്കും ഞങ്ങളുടെ കുട്ടികൾക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചാലോ എന്ന് പറയുകയാണ്. താഴെ കിടക്കുന്ന ജീവൻ, കുട്ടികളുടെ ജീവനാണ്, ഞങ്ങളുടെ ജീവനാണ് താഴെ കിടക്കുന്ന കുട്ടികൾ, അവർക്ക് എന്തെങ്കിലും ആപത്ത് പറ്റിയാൽ പിന്നെ ഞങ്ങളില്ല, അതുകൊണ്ട് ഞാൻ ഇറങ്ങിക്കോളാം, എൻ്റെ കുട്ടികളെ രക്ഷിക്കാനായിട്ട് ഞാൻ ഇറങ്ങിക്കോളാം എന്ന് വിഷ്ണു കരഞ്ഞുകൊണ്ടൊക്കെ പറയുകയാണ്. തുടർന്ന് ശാലിനിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ശാലിനിയെ കെട്ടിപ്പിടിക്കുന്നുണ്ട് വിഷ്ണു. എന്നിട്ട് പറയണേ ഞാൻ പോയിട്ട് വരാം, നമ്മുടെ മക്കളെയും കൊണ്ട് ഞാൻ തിരികെ വരൂ എന്ന് പറഞ്ഞിട്ട് ശാലിനിയെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് വിഷ്ണു ഇറങ്ങാനുള്ള ആ ഒരു ശ്രമത്തിലാണ്. അന്നേരമാണെങ്കിൽ ശാലിനി ഇങ്ങനെ തൊഴുത് പ്രാർത്ഥിക്കുന്നുണ്ട്, ആപത്തൊന്നും വരുത്തല്ലേ എന്നുള്ളത്. അന്നേരം ഈ മൂപ്പം പറയുന്നുണ്ട്, ജയിച്ചേ വരൂ, ഇത് ഒരു മക്കളെ രക്ഷിക്കാനുള്ള ഒരു അച്ഛൻ്റെ ശ്രമം തന്നെയാണ്, ഭൂമിദേവി എന്തായാലും കൂടെ കാണും, പിന്നെ ഓരോ ചുവട് വയ്ക്കുമ്പോഴും സൂക്ഷിക്കണം, ഓരോ മൺതരി ഇളകിയാലും അത് കുഞ്ഞുങ്ങളുടെ നേർക്കാണ് പതിക്കുന്നതെന്ന് ഓർമ്മ വേണം, ഓരോ ചുവടും താഴേക്ക് വയ്ക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ മുഖം മനസ്സിൽ കാണണം, അപ്പോൾ ഇതിനെ ജയിച്ചേ വരികയുള്ളൂ, അതുകൊണ്ട് ഇതിനെ അപകടപ്പെടുത്താനായിട്ട് ആർക്കും സാധിക്കില്ല, കൂടെ തന്നെ ഉണ്ടാവും ഭൂമിദേവി, അതുകൊണ്ട് ഇറങ്ങിക്കോളൂ എന്ന് പറയുന്നുണ്ട്. തുടർന്ന് വിഷ്ണു ആണെങ്കിൽ മുകളിലേക്ക് നോക്കി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇത് മക്കളെ രക്ഷിക്കാനുള്ള ഒരു അച്ഛൻ്റെ ശ്രമമാണ്, കൂടെ ഉണ്ടാവണം എന്നൊക്കെ ഈ മൂപ്പം പറയുന്നുണ്ട്. തുടർന്ന് വിഷ്ണു ആണെങ്കിൽ വടത്തിലൂടെ പിടിച്ച് പതിയെ അങ്ങോട്ടത്തേക്ക് ഇറങ്ങുകയാണ്. അന്നേരവും അവിടെയാണെങ്കിൽ പപ്പി അങ്ങോട്ട് ബഹളം ഉണ്ടാക്കുകയാണ്, എനിക്ക് വയ്യ സത്യം, എനിക്ക് പേടിയാവുന്നു, ഇവിടെ നിൽക്കാൻ വയ്യ എന്നൊക്കെ പറയുമ്പോൾ നീ കുറച്ച് നേരം കൂടി ക്ഷമിക്ക് പപ്പി, കരയല്ലേ, അച്ഛൻ ഇപ്പോൾ വരും, നമ്മളെ രക്ഷിച്ചുകൊണ്ട് പോകും എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സത്യം ആശ്വസിപ്പിക്കുന്നുണ്ട്. അന്നേരം മൂപ്പം വിഷ്ണുവിനോട് പറയുന്നുണ്ട്, കുട്ടികളുടെ അടുത്തെത്തുമ്പോൾ അടയാളം തരണം, വടൻ ഞങ്ങൾ വലിക്കും, അടയാളം എന്താണെന്ന് വെച്ചാൽ തരണമെന്ന് പറയുന്നുണ്ട്. വിഷ്ണു ആദ്യമൊക്കെ നല്ല രീതിയിൽ അങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങുന്നുണ്ട്, പക്ഷേ കുറേ കഴിയുമ്പോൾ തെന്നി പോവുകയാണ്, വീഴാനൊക്കെ പോകുന്നുണ്ട്, അല്പം കയറൊക്കെ വിട്ട് പോകുന്നുണ്ട്, എന്നാലും കയറിലൊക്കെ മുറുകെ പിടിച്ച് വിഷ്ണു ഒരുവിധം താഴേക്ക് ഇറങ്ങുകയാണ്. അന്നേരം ഈ രമ്പം പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞത് അവിടെയാണ് അപകടം, അത് കഴിഞ്ഞ് കിട്ടിയാൽ രക്ഷപ്പെട്ടു, പക്ഷേ ആ ഭാഗം കടക്കാനായിട്ട് പ്രയാസമാണ് മൂപ്പ എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണു കുറച്ച് പകുതി എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഈ കുട്ടികൾ വിഷ്ണുവിനെ കാണുന്നുണ്ട്. അന്നേരം ദേ അച്ഛൻ വരുന്നു എന്നിങ്ങനെ സത്യം പറയുമ്പോൾ വിഷ്ണു വെച്ചാൽ പെട്ടെന്ന് വാ, ഞങ്ങൾ രക്ഷിക്കുക എന്നൊക്കെ കുട്ടികൾ താഴെ നിന്ന് പറയുന്നുണ്ട്. അന്നേരം പിന്നെ കയറി വരുന്ന ആൾ ഇനി തിരിച്ചു വരാൻ പാടാണ്, ഇനി അപകടമാണ് എന്നിങ്ങനെ രമ്പം പറയുന്നുണ്ട്. അപ്പം ഇത് ഇനി ഞങ്ങളുടെ കയ്യിൽ നിൽക്കില്ല, എത്രയും പെട്ടെന്ന് ഗാർഡിനെ വിവരം അറിയിക്കണം എന്നിങ്ങനെ പറയുന്നുണ്ട്. മൂപ്പം പറയുമ്പോൾ ബാക്കി എല്ലാവരും ഒക്കെ പോകുന്നുണ്ട് അറിയിക്കാനായിട്ട്. അന്നേരം ശാലിനിക്ക് ആകെ വിഷമാവുന്നുണ്ട്, ശാലിനി അങ്ങ് നിലവിളിക്കുകയാണ്, വിഷ്ണുട്ടാ എന്ന് താഴേക്ക് നോക്കി വിളിക്കുന്നുണ്ട്. അപ്പോൾ എന്നെ മാത്രം എന്തിനാ ബാക്കി വെച്ചിരിക്കുന്നത്, ഞാനും കൂടി നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ്, മരിക്കാനാണെങ്കിൽ ഒരുമിച്ച് മരിക്കാമെന്ന് പറഞ്ഞിട്ട് ശാലിനി പാറകെട്ടിൽ നിന്ന് ചാടാനുള്ള ശ്രമമാണ്. പക്ഷേ മൂപ്പനാണെങ്കിൽ ശാലിനിയുടെ
കയ്യിൽ പിടിക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, അപകടം സ്വയം ക്ഷണിച്ച് വരുത്തരുത്, എന്നെ വിശ്വസിക്കൂ, അച്ഛൻ കുട്ടികളെയും കൊണ്ട് തിരികെ വരിക തന്നെ ചെയ്യും. ഞാൻ വിശ്വസിക്കുന്ന ഈ കാട്ടു ദൈവങ്ങളുണ്ട്, അവരെന്നെ ഒരിക്കലും ചതിക്കില്ല. അച്ഛനെയും മക്കളെയും എൻ്റെ മുൻപിൽ കൊണ്ടുവന്ന് നിർത്തുക തന്നെ ചെയ്യും. പ്രകൃതി ശക്തി ചതിക്കില്ല, എന്നെ വിശ്വസിക്കൂ എന്നിങ്ങനെ പറയുമ്പോൾ ശാലിനി ആ ഒരുവിധം വിശ്വസിച്ചെന്നാലും കരഞ്ഞ് ആകെ പാറക്കെട്ടിലേക്ക് ശാലിനി ഇരിക്കുകയാണ്. അതേസമയം വിഷ്ണു പതിയെ പതിയെ താഴോട്ട് ഇറങ്ങുന്നുണ്ട്. ഇതേ സമയം അവിടെ കുടുംബശ്രീ വീട്ടിലാണെങ്കിൽ കുറുപ്പ് സാർ വന്നിട്ടുണ്ട്. സാറാണെങ്കിൽ ഉമ്മറത്തിരുന്ന പേപ്പറൊക്കെ വായിക്കുന്നുണ്ട്. അതൊരു അപകടത്തെക്കുറിച്ചും കൊച്ചു പിള്ളേരാണ് അപകടത്തിൽപ്പെടുന്നത് എന്നൊക്കെ പറഞ്ഞ് പത്രമൊക്കെ വായിച്ചിരിക്കുമ്പോൾ ശാരദാമ്മ ചായയൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. അന്നേരം മധുരം ഇടണ്ടല്ലോ, അല്പവും മധുരം ഇടണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട, ഇത് ക്രമീകരിച്ചൊക്കെ പോകുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പോകുന്നത്, ഈ മാസം മധുരം ഇടാതെയാണ് ചായ കുടിക്കുന്നത്, പിന്നെ ഈ നടപ്പും കൂടി ഇല്ല എന്നുണ്ടെങ്കിൽ ഈ കുറുപ്പ് സാർ ഇല്ല എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ശാരദാമ്മയ്ക്ക് അകപ്പാടെ ഒരു വിഷമമാണ്. അകത്തേക്കൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്, നൂറകത്തുണ്ടല്ലോ. അന്നേരം ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മുറ്റത്ത് ചന്ദ്രബോസിന്റെ വണ്ടി വന്ന് നിൽക്കുകയാണ്. അന്നേരം ശാരദാമ്മ ഓടിയങ്ങ് മുറ്റത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അന്നേരം എന്താ സാറേ കാര്യം ചോദിക്കുമ്പോൾ വന്ന പോലീസുകാരോട് ആ പുറകു സൈഡിൽ നോക്കുക, അപ്പുറ സൈഡിൽ പരിശോധിക്കുന്നൊക്കെ ഈ പിന്നെ ചന്ദ്രബോസ് പറയുന്നുണ്ട്. തുടർന്നാണെങ്കിൽ ചന്ദ്രബോസ് പറയുകയാണ്, ശാരദാമ്മയുടെ ഇവിടേക്ക് വരണ്ട എന്ന് ഒരുപാട് തവണ വിചാരിക്കും, പക്ഷേ ഈ ശാരദാമ്മയുടെ ചുറ്റിപ്പറ്റി കാര്യങ്ങൾ വരുമ്പോൾ എങ്ങനെ വരാതിരിക്കാനാണ് എന്ന് പറയുന്നുണ്ട്. അന്നേരം പിന്നെ ചോദിക്കുന്നുണ്ട്, അല്ല ശാരദാമ്മയെ ഇവിടത്തെ കാര്യങ്ങൾ എങ്ങനെയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ ശാരദാമ്മയാണെങ്കിൽ അന്നേരവും അകത്തേക്കൊക്കെ ശ്രദ്ധിക്കുകയാണ്. പക്ഷെ കുറുപ്പ് സാറ് നേരെ നിൽക്കുന്നുണ്ട്. നൂറാണെങ്കിൽ ജനൽ കൂടി വന്ന് ഇതങ്ങോട്ട് ഇവർ വന്നിരിക്കുന്നതൊക്കെ ഇങ്ങോട്ട് ശ്രദ്ധിക്കുകയാണ്. തുടർന്നാണെങ്കിൽ പറയുന്നുണ്ട്, വിഷ്ണുവും പിള്ളേരുമൊക്കെ ടൂറിന് പോയിരിക്കുകയാണ്, അവരിതുവരെ വന്നിട്ടില്ല എന്ന് ഇന്നലെ സാറിനോട് പറഞ്ഞതല്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അവർ വരട്ടെ, അവർ വരുമ്പോൾ നോക്കാം, ഇത് വേറൊരു കേസാണ് എന്ന് പറയുന്നുണ്ട്. അന്നേരം പിന്നെ ഈ അനൂപ് ഗോപാലകൃഷ്ണനെ സംബന്ധിക്കുന്ന കേസാണ്, ആളില്ലേ അകത്തെന്ന് ചോദിക്കുകയാണ്. അന്നേരം ഇവിടെ ഇല്ല എന്ന് പറയുമ്പോൾ നാട് മുഴുവൻ സംബന്ധം ഉണ്ടാക്കിയിട്ട് ഇവിടെ എല്ലായിടത്തും തെണ്ടി നടക്കുകയില്ലേ, എവിടെയൊക്കെ സംബന്ധമുണ്ട്, എവിടെയൊക്കെ ജാരസന്ധകൾ ഉണ്ടെന്ന് എങ്ങനെ അറിയാമെന്ന് ചോദിക്കുക. എന്നിട്ട് സാറിന് ഇപ്പോൾ എന്താ അറിയേണ്ടത് എന്നിങ്ങനെ ശാരദാമ്മ അല്പം ദേഷ്യത്തോടെ ചോദിക്കുക. അന്നേരം ഈ അനൂപ് ആരാ ചോദിക്കുന്നുണ്ട്. അന്നേരം ശാരദാമ്മ ഒന്ന് സംശയിക്കുകയാണ്. അന്നേരം അത് രണ്ടാം ഭാര്യയിലുണ്ടായ മകൻ എന്ന് പറയുമ്പോൾ രണ്ടാം ഭാര്യ ആയാലും ഒന്നാം ഭാര്യ ആയാലും ചുമക്കേണ്ടത് ഇപ്പോൾ ശാരദാമ്മ തന്നെയാണെന്ന് പറയുന്നുണ്ട്. അവനാണെങ്കിൽ എൻ്റെ ഒരു സുഹൃത്ത് അബൂബക്കറിൻ്റെ മകൻ കെട്ടാൻ വെച്ചിരുന്ന പെണ്ണിനെ അടിച്ചു മാറ്റിക്കൊണ്ട് പോയിരിക്കുകയാണ്. ഇപ്പോൾ അവനെ ഇനി ഇറക്കി വിട്ടു കഴിഞ്ഞാൽ ഞാൻ മര്യാദയ്ക്ക് അവനെ അങ്ങോട്ട് സെല്ലിൽ അടയ്ക്കാം, അല്ല നാട്ടിൽ അവനെ പിന്നെ കണ്ടെത്താനായിട്ട് നടക്കുന്നവരുടെ കയ്യിലാണ് അവനെ കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ എല്ലൂരി അവർ ചെണ്ടയുണ്ടാക്കും, പിന്നെ പറയേണ്ട കാര്യമേ ഇല്ല എന്ന് പറയുമ്പോൾ ശാരദാമ്മ പറയുന്നുണ്ട്, ഞാനിവിടെ ആരെയും ഒളിപ്പിച്ചൊന്നും വെച്ചിട്ടില്ല, സാറിനോട് ഇന്നലെ വന്നപ്പോൾ പറഞ്ഞുള്ള അതേ മറുപടി തന്നെയാണ്, ആരും ഇവിടെ ഇല്ല എന്ന് പറയുകയാണ്. അന്നേരം സമ്മതിക്കുന്നില്ല. ഇത് ഏതെങ്കിലും ഒരു സാധാ പോലീസുകാർ കേട്ടാലേ അങ്ങ് പോകും, പക്ഷേ ഇത് ചന്ദ്രബോസാണ്, ആൾ വേറെയാണെന്ന് പറയുമ്പോൾ കുറുപ്പ് സാർ പറയുന്നുണ്ട്, അവർ പറഞ്ഞത് കേട്ടില്ല, ഇവിടെ ആരും ഒളിപ്പിച്ച് വെച്ചിട്ടില്ല എന്ന്. പിന്നെ എന്താണെന്ന് ചോദിക്കുമ്പോൾ താൻ ഏതാടോ എന്നിങ്ങനെ ചന്ദ്രബോസ് ചോദിക്കുകയാണ്. അന്നേരം ഞാനിവിടെ അടുത്തുള്ളത് തന്നെയാണ്, കുറുപ്പ് സാർ എന്ന് എല്ലാവരും വിളിക്കൂ എന്ന് പറയുക. അന്നേരം ഞാനേ അങ്ങനെ വിളിക്കത്തില്ല, ഈ ചന്ദ്രബോസിൻ്റെ മുമ്പിൽ ആരെയും നാവാടാനായിട്ട് വിടില്ല, ഞാൻ വേറെ വല്ലതും വിളിക്കും എന്ന് പറയുമ്പോൾ വേറെ പണിയൊക്കെ തരുമെന്ന് പറയുമ്പോൾ അങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ സാറേ, അതൊക്കെ പണ്ടായിരുന്നു, ഇപ്പോൾ വാ മൂടിക്കെട്ടിയ പ്രതിമ പോലും സംസാരിക്കുന്ന കാലമാണ്, സ്വാതന്ത്ര്യം ഒന്ന് ഉണ്ടല്ലോ എന്ന് പറയുകയാണ്. അന്നേരം എൻ്റെ മുമ്പിൽ അതൊന്നും നടക്കില്ല, ഏത് പാർട്ടിയുടെ ആളായാലും ഞാൻ ഒടിച്ചു മടക്കി മൂലക്കിരുത്തും എന്നൊക്കെ ഇങ്ങനെ ചന്ദ്രബോസ് ദേഷ്യപ്പെടുന്നുണ്ട്. എന്നിട്ട് അകത്ത് കയറി പരിശോധിക്കണോ എന്ന് പറഞ്ഞിട്ട് ഇവർ അകത്തേക്ക് കയറുകയാണ്. ശാരദാമ്മ പുറകെ കയറുന്നുണ്ട്. ആ സമയത്തിന് ഈ നൂറാണെങ്കിൽ ആ പൂജാമുറിയിൽ കതവിൻ്റെ പിൻഭാഗത്തായിട്ട് പോയി ഒളിച്ചു നിൽക്കുകയാണ്. ശാരദാമ്മ പറയുന്നുണ്ട്, അനൂപ് ഇവിടെ വന്നിട്ടില്ല സാർ, അവനൊരു പെൺകുട്ടിയെ ഇവിടെ വിളിച്ചുകൊണ്ട് വന്നിട്ടില്ല, ഞാൻ ആരെയും ഇവിടെ ഒളിപ്പിച്ച് താമസിപ്പിച്ചിട്ടില്ല, സാറിന് വേണമെങ്കിൽ കയറി നോക്കാം എന്നിങ്ങനെ പറയുമ്പോൾ ചന്ദ്രബോസ് അവിടെ ഇരിക്കുകയാണ്. അത് ന്യായമായ കാര്യം, ശാരദാമ്മ പറഞ്ഞത് സത്യൻ്റെ അനൂപ് ഇവിടെ വന്നിട്ടില്ലായിരിക്കാം, പക്ഷേ അത് എനിക്ക് കേസ് അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്നൊരു നിലയ്ക്ക് അതെനിക്ക് കണ്ടു ബോധ്യപ്പെട്ടാൽ മാത്രമേ ഒക്കുകയുള്ളൂ, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴും ശാരദാമ്മ ഇങ്ങനെ അകത്തേക്ക് പൂജമുറിയിലേക്കൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. നൂറിങ്ങനെ പതുങ്ങി പേടിച്ചവിടെ നിൽക്കുകയാണ്. പക്ഷേ ഈ സമയത്ത് SI ആണെങ്കിൽ വന്നിട്ട് പിന്നെ ചന്ദ്രബോസിനോട് പറയുന്നുണ്ട്, സാർ അനൂപിൻ്റെ ലൊക്കേഷൻ കാണിക്കുന്നത് നങ്ങ്യാർകുളങ്ങര ടവറാണെന്ന് പറയുമ്പോൾ ശാരദാമ്മയ്ക്ക് ഒരു ആശ്വാസം, നൂറിനൊക്കെ ആശ്വാസമാകുന്നുണ്ട്. അന്നേരം നങ്ങ്യാർകുളങ്ങരയോ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രബോസ് അങ്ങോട്ട് എഴുന്നേൽക്കുമ്പോൾ അവിടെ തന്നെയാണ് സാർ എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ നിൽക്കുന്ന ആ ഒരു സീനോട് കൂടി എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട്. അപ്പോൾ അവരെന്തായാലും അവിടത്തേക്ക് കയറി നോക്കില്ല, പൂജാമുറിയിൽ നിൽക്കുന്ന നൂറിനെ എന്തായാലും കയറി നോക്കത്തുമില്ല, അവരവിടെ നിന്ന് പെട്ടെന്ന് പോവുകയാണ് ചെയ്യുന്നത്. ഇത്രയുമാണ് എപ്പിസോഡിൽ. പക്ഷേ അടുത്ത എപ്പിസോഡിലാണ് വിഷ്ണു എന്തായാലും അപ്പോൾ രംഭനാണെങ്കിൽ
ആണെങ്കിൽ പോയി ഫോറസ്റ്റ് ഗാർഡിനെയൊക്കെ കൊണ്ടുവരും. ആ ഒരു സമയത്തിനോടകം വിഷ്ണു എന്തായാലും കുട്ടികളെ രക്ഷിച്ചുകൊണ്ട് മുകളിലേക്ക് കയറുകയും ചെയ്യും. അതിനുശേഷമാണ് ഈ പുതിയ പ്രൊമോയിൽ വന്നിരിക്കുന്ന ആ ഒരു സംഭവങ്ങളൊക്കെ നടക്കാനായിട്ട് പോകുന്നത്. അതെന്തായാലും നസീർ വരുമ്പോൾ കണ്ടുപിടിക്കും. പക്ഷേ ആ നസീറിൻ്റെ ആ കൊലക്കുറ്റം ആരുടെ തലയിൽ വയ്ക്കുമെന്നുള്ളതാണ്. പക്ഷെ മിക്കവാറും ശാരദാമ്മ ആ വെട്ടുകത്തി ഓങ്ങുന്നുണ്ട്, അത് കൊള്ളുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ വിഷ്ണു പിടിച്ച് തള്ളുകയും കൂടി ചെയ്യുമ്പോഴാണ് ആ ഒരു അപകടം അവിടെ സംഭവിക്കുന്നത്. മിക്കവാറും ശാരദാമ്മയായിരിക്കും കൊലക്കുറ്റമൊക്കെ ഏറ്റെടുത്ത് പോകാനായിട്ട് പോകുന്നത്. വിഷ്ണുവിനെ ഏൽക്കാനായിട്ട് ശാരദാമ്മ സമ്മതിക്കില്ലായിരിക്കും. എന്തുകൊണ്ടാണ് അവിടെയും ചിലപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ സത്യഭാമ സത്യങ്ങൾ അറിയുന്ന ഒരു എപ്പിസോഡൊക്കെ വരുമായിരിക്കും. തൻ്റെ മകന് വേണ്ടിയിട്ടാണ് ശാരദാമ്മ പോയത് എന്നുള്ളതൊക്കെ അറിയും. എന്താകും എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, താങ്ക്